4 ബൂത്ത് മാത്രമേ ബാക്കിയുള്ളൂ. മൂന്നാം റൗണ്ടിൽ ഇഞ്ചോടിഞ്ചാണ്. UDF പ്രതീക്ഷിച്ച 3000-ന് മുകളിലുള്ള ഭൂരിപക്ഷമില്ല. 1647. മൂന്നാം റൗണ്ടിൽ 230 വോട്ടിന്റെ ലീഡ്. മൂന്നാം റൗണ്ടിൽ 230 വോട്ടിന്റെ ലീഡ്. സ്വരാജ് നല്ല രീതിക്ക് അവിടെ വോട്ട് പിടിച്ചിട്ടുണ്ട്. മൂന്നാം റൗണ്ടിൽ UDF ഉദ്ദേശിച്ച ലീഡ് കിട്ടിയിട്ട് രണ്ടാം റൗണ്ടിൽ കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് UDF-നെ സംബന്ധിച്ച് ഇപ്പോൾ പിടിച്ചു നിർത്തുന്ന ഘടകം. അൻവറിന് എത്ര വോട്ട് ആകാംക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കാണുകയാണ്. മൂന്നാം റൗണ്ടിൽ PV അൻവർ എത്ര വോട്ട് പിടിച്ചു എന്നുള്ളത് കൂടി അറിയണം നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ വിവരം തന്നെയാണ്. അൻവർ 1253 വോട്ട് 1253 വോട്ട് മൂന്നാം റൗണ്ടിൽ പിടിച്ചു. 357 വോട്ടേ ഉള്ളൂ കേട്ടോ BJP-ക്ക്. മൂന്നാമത്തെ റൗണ്ടിൽ ആര്യാടൻ ഷൗക്കത്ത് 3527, സ്വരാജ് 3197, അൻവർ 1253. ആര്യാടനും സ്വരാജും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം മൂന്നാം റൗണ്ടിൽ നടന്നു. 230 വോട്ട് മാത്രം. ചരിത്രമാണ് കേട്ടോ. 230 വോട്ട് മാത്രം. എത്ര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് നിലമ്പൂരിൽ നടക്കുന്നത്. മൂന്നാം റൗണ്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റൗണ്ടുകളിൽ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും 390 വോട്ടിന്റെ ലീഡ് LDF-ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 390 വോട്ടിന്റെ ലീഡ് LDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. മൂന്നാം റൗണ്ടിൽ ആദ്യ റൗണ്ടിൽ UDF-ന് 3 വോട്ടിന്റെ ലീഡ്, രണ്ടാം റൗണ്ടിൽ LDF-ന് 59, മൂന്നാം റൗണ്ടിൽ LDF-ന് 390 വോട്ടിന്റെ ലീഡ്. ഈ ബൂത്തുകളുടെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പൊതു പാറ്റേണായി ഇത് പരിശോധിക്കാവുന്ന. ഇപ്പോൾ UDF-ന് ലീഡ് എടുക്കാൻ കഴിഞ്ഞു. പക്ഷേ UDF ഉദ്ദേശിച്ച ലീഡിലേക്ക് പ്രതീക്ഷ 3000 എന്നൊരു ഹ്യൂജ് മാർജിനിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 1834 ഇപ്പോൾ UDF-ന്റെ പ്രാവർത്തികമാക്കുന്നത്, ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സിറ്റിംഗ് സീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം UDF ക്യാരക്ടറുള്ള മണ്ഡലമാണ്. അൻവറിലൂടെ LDF 2 തവണ പിടിച്ച മണ്ഡലം. അവിടെ കഴിഞ്ഞ തവണ 3 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ 35 വോട്ടിന്റെ ലീഡ് അൻവറിനുണ്ടായിരുന്ന ഇടത്ത് ഇപ്പോൾ 1800 വോട്ടിന്റെ ലീഡ്. അതായത് UDF ഉദ്ദേശിച്ച നിലയ്ക്ക് വിജയത്തിന്റെ കാര്യം നീങ്ങുന്നുണ്ട്. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പക്ഷേ സംശയമാണ്. ടോട്ടൽ ലീഡ് 1469 എന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അരുൺ അമൃതനാഥ് നിലമ്പൂരിൽ നിന്ന്. 1469 വോട്ടാണ്. 1500-ൽ താഴെ, അങ്ങനെ പറയാമല്ലേ. 1500-ൽ താഴെ 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 1500-ൽ താഴെയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ UDF-ന്റെ ലീഡ്. 1500-ൽ താഴെയാണ് ഇപ്പോൾ ലീഡ്. എന്താണ് ഏറ്റവും ഒടുവിലെ കണക്ക്? 1500-ന് മുകളിലേക്ക് 1500-ന് താഴെ 1469 വോട്ടിന്റെ ലീഡാണ് UDF വഴിക്കടവിൽ നിന്ന് പ്രതീക്ഷിച്ചത്. 3000 വരെ ലീഡ്, 2000 മുതൽ 3000 വരെ ലീഡ് എന്നതാണ് അരുൺ അമൃതനാഥ് അപ്ഡേറ്റ് ചെയ്യുന്നത്. 2000 മുതൽ 3000 വരെ ലീഡ് പ്രതീക്ഷിച്ചയിടത്ത് 1469 വോട്ടുകൾക്കാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നത്. ഭൂരിപക്ഷം സംബന്ധിച്ച കണക്കൂട്ടൽ ചെറുതായി തെറ്റിയേക്കാം. UDF കേന്ദ്രങ്ങളിൽ പടക്കം പൊട്ടുന്നു. 3 റൗണ്ടിലും ആര്യാടൻ ഷൗക്കത്താണ് ലീഡ് ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് മറന്നുകൂടാ. സ്വാഭാവികമായും ആ ലീഡ് നില അവരെ ആഘോഷത്തിലാക്കുന്നുണ്ട്. വിജയം സുനിശ്ചിതമാണ്. ഭൂരിപക്ഷം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വിജയം എന്ന വാക്കിന് വലിയ സന്ദേശങ്ങളുണ്ട്. അത് തങ്ങൾക്കൊപ്പമാണ് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന്റെ ആഹ്ലാദ ആരവങ്ങൾ 3 റൗണ്ട് പൂർത്തിയാകുമ്പോൾ അവിടെ നമുക്ക് കാണാനും കഴിയും. LDF ക്യാമ്പിനെ സംബന്ധിച്ച് ഇത് അത്ര ആശ്വാസകരമായ ഒരു സ്ഥിതിയല്ല. UDF-ന്റെ ഭൂരിപക്ഷത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും LDF ക്യാമ്പിന് ഇത് ഒട്ടും ആശ്വാസകരമായ സാഹചര്യമല്ല. വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിക്കഴിയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35 വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു. അതിന് മുൻപ് 2016 തെരഞ്ഞെടുപ്പിൽ 2162 വോട്ടിന്റെ വമ്പൻ ലീഡുണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോൾ 1800 ചില്ലറ വോട്ടിന് UDF ലീഡ് ചെയ്യുന്നത്. രണ്ടും അൻവറിനാണ്. അൻവർ LDF സ്ഥാനാർത്ഥി ആയിരിക്കെയാണ് ഈ ലീഡ് ലഭിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ 1500-ഓളം വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന 1834 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. അപ്പോൾ LDF ക്യാമ്പിനെ സംബന്ധിച്ച് ആശ്വാസകരമായ വിവരമേ അല്ല. UDF ക്യാമ്പിനെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്ന 3000, 2000 ലീഡ് എന്നതൊക്കെ പഴങ്കഥയായി മാറുന്നു. അത്രയും ലീഡിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വഴിക്കടവ് പഞ്ചായത്തിന്റെ 4 ബൂത്തുകൾ മാത്രം ഇനി അവശേഷിക്കാനുള്ള റിസൾട്ട്. UDF-ന്റെ വോട്ടും കൃത്യമായി PV അൻവർ തനിക്കുള്ള വോട്ട് തന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ 2ാം റൗണ്ടിൽ അൻവറിന് വലിയ സ്വാധീനം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചെടുത്ത് അൻവർ അവിടെയും വോട്ട് പിടിച്ചിരിക്കുന്നു. 3ാം റൗണ്ടിലും വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന സംഖ്യ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. PV അൻവർ 1253 വോട്ടുകൾ 3ാം റൗണ്ടിൽ കൂടി കൂട്ടിച്ചേർക്കുന്നു.